തങ്ങളെ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഭൗതിക ജീവിതം നോക്കിയിട്ട് ഞാനാണ് വിജയിച്ചവനെന്ന് പറയണ്ട, ലോകത്തിന്റെ അനുഗ്രഹങ്ങൾ നോക്കിയിട്ട് വിജയിച്ചവനാണെന്ന് പറയണ്ട. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മറുപടിയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ് വിജയം എന്നുള്ളത്. എല്ലാവർക്കും വിജയിക്കാനാണ് ദുനിയാവിൽ ഇഷ്ടം, പരാജയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരാൾക്കും താല്പര്യമില്ല. ഒരുപക്ഷെ പരാജിതരെ ചേർത്തു നിർത്താൻ പോലും ആളുകളില്ലാത്ത ഒരു ലോകത്തുകൂടിയാണ് നാം സഞ്ചരിച്ചു പോകുന്നത്. എല്ലാവർക്കും വിജയിക്കണം. കൂടപ്പിറപ്പിനെയും സഹോദരങ്ങളെയും സമൂഹത്തെയും എല്ലാം ഇല്ലായ്മ ചെയ്തിട്ടാണെങ്കിലും ശരി, വിജയിക്കണമെന്നൊരു ലക്ഷ്യം മാത്രമാണ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്, ഭൗതികമായ ജീവിതത്തിൽ ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് എപ്പോഴാണ്? ഭൗതികമായ ദുനിയാവിന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത് എപ്പോഴാണ്? നമ്മോടൊരു ചോദ്യം, ഇങ്ങനെ ഒരു ചോദ്യകർത്താവ് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത്, നല്ല വാഹനം, നല്ല വീട്, നല്ല ഭാര്യ, നല്ല മക്കൾ, മാസാവസാനം തരക്കേടില്ലാത്തൊരു ശമ്പളം കയ്യിലേക്ക് വന്നാൽ, കടബാധ്യതകളില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതത്തെ കണ്ടിട്ട് നാം പറയും, ദുനിയാവിന്റെ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത് അവനിക്കാണ്. സത്യത്തിൽ സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത് എപ്പോഴാണ്? അവന്റെ ജീവിതത്തിൽ അവൻ വിജയം കൈവരിച്ചവനാണ് എന്നൊരു മനുഷ്യന് പറയാൻ കഴിയുന്നത് എപ്പോഴാണ്? പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരിശുദ്ധമായ മദീനത്തുൻ നബവി, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് എല്ലാവരും അണിനിരയായിട്ട് നിൽക്കുകയാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ഇസ്ലാമിന്റെ രണാങ്കണത്തിൽ തന്റെ വാളുകൊണ്ട് മാസ്മരീകത കാണിക്കുന്ന സഹാബത്ത് മുഴുവനും നിരന്നിരിക്കുന്ന സദസ്സില് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യമാണ്, സ്വഹാബത്തെ, ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത് എപ്പോഴാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകന്റെ ചോദ്യം കേട്ടിട്ട് സ്വഹാബത്ത് പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. ആരാണ് പ്രവാചകന്റെ ചോദ്യത്തിന് മറുപടി നൽകുന്നത്? ദുനിയാവിൽ ഒരുപാട് സമ്പത്ത് പടച്ചറബ് വാരിക്കോരി കൊടുത്ത മഹാനായ സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകന്റെ മിമ്പറിന്റെ ചാരത്തിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, ഭൗതികമായ ജീവിതത്തിൽ അല്ലാഹു നിനക്ക് ഒരുപാട് വാരിക്കോരി തന്നല്ലോ, വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത് എപ്പോഴാണ് എന്ന് എന്നോട് നിനക്ക് ഉത്തരം മറുപടി നൽകാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് സഹാബത്തെല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ്. ആരാണ് പ്രവാചകന്റെ ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകുന്നത്? ആരാണ് പ്രവാചകന്റെ ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകുന്നത്? സാധാരണ പ്രവാചകൻ ഒരു ചോദ്യം ചോദിച്ചാൽ സഹാബത്ത് മറുപടി പറയാറുണ്ട്. ഇവിടെ സഹാബത്ത് മറുപടി പറയുന്നില്ല. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവർത്തിച്ചു ചോദിക്കുന്നു, അബൂബക്കർ സിദ്ദീഖേ, ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത് എപ്പോഴാണ്? ആ സമയത്താണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മറുപടി, അല്ലാഹു വറസൂലുഹു അഅലം, ഏറ്റവും നല്ലതുപോലെ അറിയുന്നവൻ അല്ലാഹയാണ്, അവന്റെ പ്രവാചകനാണ്. അവിടുന്ന് പറയണം നബിയേ, പറയണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, അല്ലാഹു വറസൂലുഹു അഅലം, ഏറ്റവും നല്ലതുപോലെ അറിയുന്നവൻ അല്ലാഹയാണ്, അവന്റെ പ്രവാചകനാണ്. ആ സമയത്താണ് റിസാലത്തിന്റെ നാവ് മന്ത്രിക്കുന്നത്, ഫൗസും മിനന്നാർ. സഹാബ, ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത് എപ്പോഴെന്നറിയോ? ഭൗതികമായ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങൾ കണ്ടിട്ട്
നല്ല വീടും നല്ല വാഹനവും നല്ല സൗകര്യവുമെല്ലാം ദുനിയാവിന്റെ പുറന്തൊലിയുടെ പുറത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാരിക്കോരി തരുമ്പോ അതെല്ലാം കണ്ടിട്ട് ഭൗതികമായ ജീവിതത്തിന്റെ വിജയമാണെന്ന് കരുതിയ മനുഷ്യനോട് ഹബീബായ പ്രവാചകന്റെ ചോദ്യമാണ്, എവിടെയാണ് മനുഷ്യൻ വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത്? നെല്ലിക്കുന്ന് മക്കാമിന്റെ ചാരത്തന്നെ ശ്രമിക്കാൻ ഇവിടെ ഒരുമിച്ചു കൂടിയ ഈ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് അള്ളാന്റെ റസൂലിന്റെ മറുപടിയാണ്, ഫൗസും മിനന്നാർ. എപ്പോഴാ മനുഷ്യ വിജയിച്ചതെന്ന് പറയാൻ കഴിയുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ തീനാല് പടച്ച റബ്ബ് നിർമ്മിക്കപ്പെട്ട നരകമുണ്ടല്ലോ, പാമ്പുകളും തേളുകളുമെല്ലാം അള്ളാഹു സംവിധാനിച്ചു വെച്ച ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറാ. അള്ളാഹു മനുഷ്യനെ കത്തിക്കുന്ന നരകമുണ്ട് വാപ്പാ, അള്ളാഹു കല്ലുകളെ കത്തിക്കുന്ന നരകമുണ്ട് വാപ്പാ. ആ നരകത്തിൽ നിന്ന് എപ്പോഴാണ് പടച്ച റബ്ബ് നിന്നെ മോചിപ്പിച്ചെടുക്കുന്നത്? മാത്രവുമല്ല വദുഖൂലും ഫിൽ ജന്നാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സർവമാന അനുഗ്രഹങ്ങളും വാരിക്കോരി വെച്ച അല്ലാഹുവിന്റെ സ്വർഗമുണ്ട് പെങ്ങളെ, പടച്ചോന്റെ സ്വർഗമുണ്ട് വാപ്പാ. ഒരു മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ കാത് കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത സർവമാന അനുഗ്രഹങ്ങളും പടച്ച റബ്ബ് സംവിധാനിച്ചു വെച്ച അല്ലാഹുവിന്റെ സ്വർഗമുണ്ട് പെങ്ങളെ. ആ സ്വർഗത്തിലേക്ക് എപ്പോഴാണ് പടച്ച റബ്ബ് കടക്കാൻ നിനക്ക് അനുമതി തരുന്നത്? അപ്പോഴാണ് ഒരു മനുഷ്യൻ വിജയിച്ചതെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഭൗതിക ജീവിതം നോക്കിയിട്ട് ഞാനാണ് വിജയിച്ചവനെന്ന് പറയണ്ട, ലോകത്തിന്റെ അനുഗ്രഹങ്ങൾ നോക്കിയിട്ട് വിജയിച്ചവനാണെന്ന് പറയണ്ട. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മറുപടിയാണ്, എപ്പോഴാണ് പടച്ച റബ്ബ് നിന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്? എപ്പോഴാണ് പടച്ച റബ്ബ് നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്? അപ്പോഴാണ് ചെറുപ്പക്കാരാ വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത്. ഹബീബായ പ്രവാചകൻ തങ്ങൾ പരിശുദ്ധമായ മദീനത്തുൻ നബവിയിലിരുന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനോട് ഇത് പറയുമ്പോ സഹാബത്തിന്റെ ഇടയിൽ നിന്നൊരു കൈ പൊങ്ങുകയാണ്. സയ്യിദുനാ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു ആണ്. ഹബീബായ പ്രവാചകനോട് ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് ചോദിച്ചു, യാ നബി അല്ലാഹ്, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കേണ്ടുന്നത് എങ്ങനാ നബിയേ? എങ്ങനാ പടച്ചോന്റെ സ്വർഗത്തിൽ ഞങ്ങൾ കിടക്കുന്നത്? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കാനുള്ള എളുപ്പവഴി തെരഞ്ഞു നടക്കുന്നവരോട് പടച്ചോന്റെ സ്വർഗത്തിൽ പോകാൻ എളുപ്പത്തിന്റെ വഴിയില്ല. അള്ളാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, അഫഹസിബതും മൻ തദ്ഖുലുൽ ജന്നാ വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. മുൻകഴിഞ്ഞു പോയ ആളുകൾ സഹിച്ച പ്രയാസത്തിന്റെ വഴിയിലൂടെ കടന്നു പോവാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിലൂടെ കടന്നു പോകാൻ കഴിയില്ലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വെക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്വർഗത്തിൽ പോകാൻ എളുപ്പ വഴിയില്ല. അതാണ് ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കാൻ വഴി എന്താണ് നബിയേ? എങ്ങനാ പടച്ചോന്റെ സ്വർഗത്തിൽ കിടക്കുന്നത്? സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴി പരതി നടക്കുന്നവരോട് ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു ഈ സമയത്ത് മാത്രമല്ല പ്രവാചകനോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്. കുറേയേറെ നാളുകൾക്ക് മുമ്പ് ഖബ്ബാബ് തങ്ങള് അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സകൗനാ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ മുതവസ്സിദും ബുർദത്തൻ ലഹു ഫീ ദില്ലിൽ കഅബ. കഅബ ശരീഫിന്റെ ചാരത്ത് പ്രവാചകൻ ഒരു പുതപ്പ് തലയിണയായി വെച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. എങ്ങനാണ് വാപ്പാ ഖബ്ബാബ് തങ്ങൾ കടന്നു വരുന്നതെന്നറിയോ?
ആ ശരീരത്തിൽ നിന്ന് രക്തമൊലിക്കുന്ന അവസ്ഥയിലാ കടന്നു വരുന്നത്. അള്ളാന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് ഖബ്ബാബ് തങ്ങൾ പറയുകയാ, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉല്ലാഹ ലനാ. എന്തേ നബിയെ അങ്ങ് പടച്ചോനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാത്തത്? എന്തേ അങ്ങയുടെ കരങ്ങള് ആകാശത്തേക്ക് ഉയരാത്തത്? എന്തേ നബിയെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ ഏകദൈവത്തിന്റെ വിശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ചതിന്റെ പേരില് ശക്തമായ പരീക്ഷണങ്ങൾ ഞങ്ങളുടെ ശരീരം ഏറ്റുവാങ്ങുകയാ നബിയെ. ശത്രുക്കൾ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല നബിയെ. പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടാണെന്ന് ഹബീബായ പ്രവാചകന്റെ മുമ്പ് വന്നിട്ട് മഹാനായ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, സഹോദരങ്ങളെ ചിന്തിക്കണേ, ഖബ്ബാബ് ഇബ്നു അറത്തിനോട് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഖബ്ബാബേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി പ്രയാസത്തിന്റെ വഴിയാണ്. പടച്ചോന്റെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി പ്രയാസത്തിന്റെ വഴിയാ. ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് ഇരുന്നിട്ട് കരയുകയാണ്. ആ സമയത്ത് ആശ്വാസത്തിന്റെ വാക്കല്ല പ്രവാചകൻ പറഞ്ഞത്, അവിടെ സന്തോഷത്തിന്റെ വാക്കല്ല പ്രവാചകൻ പറഞ്ഞത്. ഖബ്ബാബേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒന്നാമത്തെ വഴി ഏതെന്നറിയോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതൊരു ഇലാഹില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നത് അപ്പോഴാണ് വാപ്പാ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒന്നാമത്തെ വഴി നമ്മുടെ മുമ്പിൽ തുറക്കുന്നത്. കാരണം ആ വഴിയിലേക്ക് പ്രവേശിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പവിത്രമായ കലിമ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഉറപ്പിച്ച കലിമയുണ്ടല്ലോ, ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെയാണ് ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വഴി തുറക്കുന്നത്. അവിടെയാണ് പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നത്. അവിടെയാണ് പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂല് ഖബ്ബാബ് ഇബ്നു അറത്തിനോട് പറയുന്നു, ഖബ്ബാബേ, നിന്റെ ശരീരം ഏറ്റുവാങ്ങിയ പ്രയാസമുണ്ടല്ലോ, ഒരു നാട്ടിൽ പ്രശ്നമുണ്ടാക്കിയതിന്റെ പേരിലല്ല, പ്രയാസങ്ങൾ സൃഷ്ടിച്ചതിന്റെ പേരിലല്ല, ആരുടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് അപഹരിച്ചതിന്റെ പേരിലല്ല, നിന്റെ ശരീരം ഏറ്റുവാങ്ങിയ ഏറ്റവും വലിയ പരീക്ഷണം ഏതെന്നറിയോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹുവിന്റെ ഏകത്വത്തെ നിന്റെ ജീവിതത്തിൽ നീ അംഗീകരിച്ചത് എപ്പോഴാണോ, അപ്പോഴാണ് ഖബ്ബാബേ സ്വർഗ്ഗത്തിലേക്കുള്ള ഒന്നാമത്തെ വഴി നിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത പ്രയാസത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഇത് വന്നിട്ട് പറയുന്നത്, നബിയേ, അങ്ങ് കാണുന്നില്ലയോ ഞങ്ങളുടെ ശരീരത്തിൽ ശത്രുക്കൾ ഏൽപ്പിച്ച പ്രയാസങ്ങളുടെ അടയാളങ്ങൾ അങ്ങ് കാണുന്നില്ലയോ? അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉല്ലാഹ ലനാ. എന്തേ നബിയേ അങ്ങയുടെ കരങ്ങൾ ആകാശത്തേക്ക് ഉയരാത്തത്? അങ്ങനെ പ്രവാചകന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്ന് ചോദിക്കണമെങ്കിൽ ആ ശരീരം ഏറ്റുവാങ്ങിയ പ്രയാസങ്ങൾ എത്രയാകുമെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹിയുടെ മുമ്പിൽ വന്ന് പറയാണ് സ്വർഗ്ഗത്തിൽ പോകണം. എങ്ങനെയാ സ്വർഗ്ഗത്തിൽ പോകേണ്ടത്? ഒന്നാമത് നമ്മുടെ വിശ്വാസം ശരിയാകണമെന്നുള്ളതാണ്. ഒന്നാമത് വിശ്വാസം ശരിയാകണം. എങ്ങനെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതൊരു ഇലാഹില്ലെന്ന് മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിക്കുന്നത് എപ്പോഴാണ്? അവിടെയാണ് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ തുടങ്ങുന്നത്. അല്ലാഹുവിന്റെ ഖുർആനല്ലേ പറഞ്ഞത്, സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള വഴി പ്രയാസത്തിന്റെ വഴിയാണ്, ബുദ്ധിമുട്ടിന്റെ വഴിയാണ്. അവിടെ എളുപ്പത്തിന്റെ വഴിയുണ്ടെന്ന് പറഞ്ഞാൽ കളവാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമല്ലെന്നാണ്. അവിടെയാണ് ഖബ്ബാബ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുമ്പ് വന്നപ്പോ ഖബ്ബാബിനോട് പ്രവാചകൻ പറഞ്ഞത്, ഖബ്ബാബേ, രണ്ടാളുകളെ നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിന്റെ സാധ്വര തീരങ്ങളിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹു സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുത്ത
രണ്ടാളുകളെ നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ ഖബ്ബാബേ? ഒന്നാമൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചതിന്റെ പേരില്, അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചതിന്റെ പേരില് മക്കാ കുഫാറുകൾ രണ്ട് ചെറുപ്പക്കാരെ പിടിച്ചു കൊണ്ടുവരികയാണ്. എന്നെ ശ്രമിക്കാൻ കടന്നു വന്ന പാപ്പാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, നിങ്ങളുടെ മനസ്സൊന്ന് തുറന്നിട്ട് കേൾക്കണേ. പടച്ചോന്റെ സ്വർഗത്തിൽ പോകാൻ വഴി അന്വേഷിക്കുന്നവരോട്, അള്ളാന്റെ സ്വർഗത്തിൽ പോകാൻ വഴി അന്വേഷിക്കുന്നവരോട് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെയാ പറഞ്ഞത്. ഒന്നാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിന്റെ സ്വാദ്വല തീരങ്ങളിലേക്ക് കടന്നു വരണേ. അവിടെയാണ് പ്രയാസങ്ങൾ കടന്നു വരുന്നത്. അത് സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണ്. ഖബ്ബാബേ, രണ്ട് ചെറുപ്പക്കാരെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുവരികയാണ്. ആ ചെറുപ്പക്കാരെ ഭൂമിയിലേക്ക് ഒരു കുഴി കുഴിച്ചിട്ട് അതിലേക്ക് ഇറക്കി നിർത്തുകയാണ്. ഖബ്ബാബ് ഇബ്നു അറത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചതിന്റെ പേരിൽ രണ്ടു ചെറുപ്പക്കാരെ ശത്രുക്കൾ ഒരു കുഴിയിലേക്ക് ഇറക്കി നിർത്തുകയാണ്. മൂർച്ചയുള്ള ഈർച്ച വാളെടുത്തിട്ട് ഒന്നാമന്റെ തലയിലേക്ക് വെക്കുകയാണ്. ഒന്നാമനോട് ചോദിക്കുന്നു, ചെറുപ്പക്കാരാ, ദുനിയാവിൽ ജീവിക്കാൻ ഒരുപാട് സമയം ഇനിയുമുണ്ടല്ലോ. ചെറുപ്പമല്ലേ, നിന്റെ വിശ്വാസത്തിൽ നിന്നൊന്ന് വ്യതിചലിച്ചുകൂടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിന്റെ മനസ്സിൽ ഉറപ്പിച്ച വിശ്വാസത്തില് ഒരൽപ്പം മയപ്പെടുത്തൽ നിനക്ക് സാധ്യമല്ലേ? നിന്റെ പ്രവാചകനെ ഒന്ന് തള്ളിപ്പറഞ്ഞുകൂടെ? ആ ചെറുപ്പക്കാരന്റെ മുമ്പ് ഭൗതിക ജീവിതത്തിന്റെ വാതായനങ്ങൾ ശത്രുക്കൾ തുറന്നു കൊടുക്കുകയാണ്. ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകന്റെ മുമ്പ് നിൽക്കുമ്പോ ആശ്വാസത്തിന്റെ വാക്ക് പറയാതെ പ്രവാചകൻ രണ്ടു ചെറുപ്പക്കാരെ പറഞ്ഞു കൊടുക്കുകയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചതിന്റെ പേരിലാണ് ഒരു ചെറുപ്പക്കാരന്റെ തലയിലേക്ക് മൂർച്ചയുള്ള ഈർച്ചവാളെടുത്തു വെക്കുന്നു. വാപ്പാ, ഭൗതിക ലോകത്ത് ജീവിക്കാനുള്ള അനുഗ്രഹത്തിന്റെ വാതായനങ്ങളെ തുറന്നിട്ട് കൊടുത്തിട്ട് രക്ഷപ്പെടണോ? നിന്റെ വിശ്വാസത്തിൽ നിന്നൊന്ന് വ്യതിചലിക്കാതെ കഴിയില്ലത്രേ. അവിടെയാണ് ആ ചെറുപ്പക്കാരൻ നിലപാട് പറഞ്ഞത്. അവിടെയാണ് ആ ചെറുപ്പക്കാരൻ നിലപാട് പറഞ്ഞത്. ഈ ചെറുപ്പക്കാരാ, എന്നെ ശ്രമിക്കാൻ ഇവിടെ കടന്നു വന്ന ചെറുപ്പക്കാരികളെ, പലപ്പോഴും അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ മറന്നുപോയവരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏകത്വത്തിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന നമ്മള് ഭൗതികമായ സുഖരസങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തെ നശിപ്പിച്ചവരല്ലയോ? നിന്റെ പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടിയല്ലയോ ക്യാമ്പസിൽ നിന്റെ കൈപിടിച്ച ചെറുപ്പക്കാരന്റെ കൂടെ ജീവിക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ വലിച്ചെറിഞ്ഞവരോട്, രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അള്ളാന്റെ ദീനിനെ വലിച്ചെറിഞ്ഞവരോട്, അധികാരത്തിന്റെ അപ്പക്കശനങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വിതറിയപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞു പോയവരോട്, മോനെ, ദുനിയാവിന്റെ പുറന്തൊലിയുടെ പുറത്ത് പടച്ചോ നിനക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാ നെല്ലിക്കുന്നിൽ ഇവിടെ ഒരുമിച്ച് കൂടിയവരോട്, നല്ല വീടല്ല, നല്ല വാഹനമല്ല, നല്ല ഭാര്യയല്ല, നല്ല ജോലിയല്ല, നല്ല സമ്പത്തും സംവിധാനവുമല്ല, ദുനിയാവിന്റെ പുറന്തൊലിയുടെ പുറത്ത് പടച്ചോൻ തന്ന ഏറ്റവും വലിയ വിലമതിക്കാനാവാത്ത അനുഗ്രഹം ഏതെന്നറിയോ? അള്ളാഹു നമ്മളെ മുസ്ലിമാക്കി എന്നുള്ളതാണ്. അതിനേക്കാൾ ഒരു അനുഗ്രഹവും അള്ളാഹു ദുനിയാവിൽ നമുക്ക് തരാനില്ല. അതിനേക്കാൾ ഒരു അനുഗ്രഹവും നമുക്ക് ദുനിയാവിൽ തരാനില്ല. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മുമ്പില് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ മുട്ടുവിറക്കാതെ പോയത്. ഭൗതിക ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളുടെ വാതായനങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് തുറന്നിട്ട് കൊടുത്തപ്പോ, വേണ്ട മോനെ വേണ്ട, ദുനിയാവ് നൈമിഷികമാണ്, ക്ഷണികമാണ്. ഇതിന്റെ അനുഗ്രഹങ്ങൾ കൽപ്പായുസ് മാത്രമേയുള്ളൂ. ഞാൻ കടന്നു പോവേണ്ടത് അല്ലാഹുവിന്റെ പരലോകത്താണ്. അവിടെ എനിക്കൊരു വിചാരണയുടെ വേദിയുണ്ട്. എന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെല്ലാം എന്റെ പടച്ച റബ്ബിന്റെ മുമ്പിൽ തൂക്കി നോക്കുന്ന ഒരു ദിവസമുണ്ട്. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. ഒരു വിഭാഗം നരകത്തിലെന്നും മറുവിഭാഗം അല്ലാഹു സ്വർഗ്ഗത്തിലെന്നും തീരുമാനിച്ചു.
തീരുമാനിക്കുമ്പോ അവിടെയാണ് എനിക്ക് വിജയിക്കേണ്ടത്, അവിടെയാണ് എന്റെ ജീവിതത്തിന്റെ വിജയം എനിക്ക് ആഘോഷിക്കേണ്ടത്. ചെറുപ്പക്കാരാ, നിലപാടിൽ വെള്ളം ചേർക്കല്ലേ. രാഷ്ട്രീയമായ നിലപാടുകൾ പലപ്പോഴും പറയുന്നിടത്ത് അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാമിനെ മറന്നുപോയവരോട് ക്യാമ്പസിലെ പ്രണയം പൂർത്തീകരിക്കാൻ എന്റെ ചെറുപ്പക്കാരാ, എന്റെ ചെറുപ്പക്കാരികളെ, വിശുദ്ധ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞു പോയവരോട്, മോനെ നിനക്കറിയോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലാണ് രണ്ട് ചെറുപ്പക്കാരെ ശത്രുക്കൾ ഒരു കുഴിയിലേക്ക് ഇറക്കി നിർത്തിയത്. നിന്റെ വിശ്വാസത്തിൽ നിന്നൊന്ന് വ്യതിചലിക്കാതെ കഴിയില്ല. ഒന്നാമന്റെ തലയിലേക്ക് മൂർച്ചയുള്ള ഈർച്ചവാളെടുത്തിട്ട് രണ്ട് കഷണമായിട്ട് ആ ചെറുപ്പക്കാരനെ പിളർന്ന് കളഞ്ഞു വാപ്പാ. ഈർച്ചവാള് കൊണ്ട് രണ്ട് ശരീരം രണ്ട് കഷണമായി, ആ ശരീരം രണ്ട് കഷണമായി പിളർന്ന് കളയുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് എന്തെന്നറിയോ? എന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാലാണ്, എന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാലാണ് എന്റെ വിശ്വാസം പൂർത്തീകരിക്കുന്നതെങ്കിൽ എന്റെ ജീവൻ വെടിയാൻ ഞാൻ തയ്യാറാണെന്ന് ആ ചെറുപ്പക്കാരൻ പ്രഖ്യാപിക്കുകയാണ്. രണ്ടാമതൊരു മനുഷ്യനെ കൊണ്ടുവന്നു വാപ്പാ. ആ ചെറുപ്പക്കാരന്റെ എല്ലിലേക്ക് ഇരുമ്പിന്റെ ചികിർപ്പാണ് ശത്രുക്കൾ കുത്തിയിറക്കിയത്. ആ എല്ലിൽ നിന്ന് മാംസവും തൊലിയുമെല്ലാം ശത്രുക്കള് ആടിനെ പൊളിക്കുന്നത് പോലെ പൊളിച്ചെടുക്കുകയാണ്. ആ സമയത്തും ആ ചെറുപ്പക്കാരൻ തന്റെ നിലപാടിൽ വെള്ളം ചേർത്തില്ല. ആ ചെറുപ്പക്കാരൻ പറയുന്നത്, കുഫാറുകളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരില് നിങ്ങൾ എന്റെ ശരീരം മുഴുവനും എത്രത്തോളം വികൃതമാക്കിയാലും ശരി, എന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഞാൻ തയ്യാറല്ലെന്നും മരണം വെടിയുന്ന സമയത്തും ആ ചെറുപ്പക്കാരന് അവന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്കുള്ള ഒന്നാമത്തെ വഴി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ നമ്മുടെ സ്വർഗ്ഗ കവാടം അടഞ്ഞു. ഒന്നാമത്തെ വഴി അതാണ്. അതില്ലെങ്കിൽ എല്ലാം പോയി, അതുണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. അത് നഷ്ടപ്പെട്ടു പോയാൽ മറ്റൊന്നില്ല. ചെറുപ്പക്കാരാ, നിങ്ങൾക്കറിയുമല്ലോ, ഹബീബായ പ്രവാചകന്റെ ജീവിതത്തില് അള്ളാന്റെ റസൂലിനെ അത്രമേൽ ചേർത്തിരുത്തിയ മനുഷ്യനാണ് അബൂ ത്വാലിബ്. ഇസ്ലാമിന്റെ രണാങ്കണങ്ങളിൽ പ്രവാചകൻ കടന്നുപോയപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന മേഖലയിലേക്ക് ഹബീബായ പ്രവാചകൻ നിങ്ങൾ കടന്നുപോയപ്പോ അള്ളാഹുവിന്റെ റസൂലിന് അത്രമേൽ ആശ്വാസമാണ് അബൂ ത്വാലിബ്. അത്രമേൽ പ്രവാചകൻ ആശ്വാസമാണ് അബൂ ത്വാലിബ്. ശത്രുക്കൾ തന്റെ ശരീരത്തിലേക്ക് ഏൽപ്പിച്ച പ്രയാസങ്ങൾക്ക് മുമ്പില് ഹബീബായ പ്രവാചകന്റെ മുമ്പില് അബൂ ത്വാലിബ് പരിചയായി നിന്നു വാപ്പാ. ആരാണ് അബൂ ത്വാലിബ്? പ്രവാചകന്റെ പിതൃവ്യനാണ്, കൊച്ചാപ്പയാണ്. ഹബീബായ പ്രവാചകനോട് അത്രമേൽ ഇഷ്ടമാണ്. ഈ അബൂ ത്വാലിബ് വഫാത്താവാൻ കിടക്കുമ്പോ അള്ളാന്റെ റസൂൽ അബൂ ത്വാലിബിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. വിളിക്കുന്നു, അബൂ ത്വാലിബേ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ ഏകത്വത്തെ നിങ്ങൾ അംഗീകരിക്കണേ, എന്റെ പ്രവാചകത്വത്തെ നിങ്ങൾ അംഗീകരിക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ നിങ്ങൾ മരിച്ചു പോവല്ലേ. ഇസ്ലാമിന്റെ പ്രബോധന വീതിയിൽ സജീവമായ സമയത്ത് ശത്രുക്കൾ എന്നെ പ്രയാസപ്പെടുത്തിയപ്പോ നിങ്ങൾ എനിക്ക് പരിചയമായിരുന്നു. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്നെ ആഹരിപ്പിച്ചു, എനിക്ക് നല്ല വസ്ത്രം തന്നു, അന്തി ഉറങ്ങാൻ നിങ്ങളുടെ വീട്ടിൽ എനിക്ക് ഇടം നൽകി. ജീവിതത്തിൽ എന്നെ അത്രമേൽ ചേർത്തു പിടിച്ചവരാണ് നിങ്ങള്. നിങ്ങൾ മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ. അബൂ താലിബിന്റെ മുമ്പ് ഇരുന്നിട്ട് അള്ളാന്റെ റസൂലിന് കണ്ണീരൊഴുക്കുകയാണ്. അബൂ താലിബ് ഹബീബായ പ്രവാചകനോട് അവിടെ പറയുന്നത് എന്തെന്നറിയോ?
അബൂ താലിബിന്റെ ചാരത്തു നിരന്നിരിക്കുന്ന മക്കയിലെ ഗോത്രവർഗത്തിലെ പ്രമുഖരായ പലരുമുണ്ട് വാപ്പാ. അവരെല്ലാവരും അബൂ താലിബിനെ ഇങ്ങനെ രൂക്ഷമായി നോക്കുകയാണ്. ഉത്തുബത്തുണ്ട്, സൈബത്തുണ്ട്, മുഗീറത്തുണ്ട്, അബൂജഹൽ അടക്കമുള്ള കിങ്കരന്മാര് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നയാ അബൂ താലിബിന്റെ ചാരത്ത് ഇങ്ങനെ അണിനിരന്നു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂ താലിബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ നിങ്ങൾ മരിക്കല്ലേ. അബൂ താലിബ് പറഞ്ഞു, മുഹമ്മദേ, നിന്റെ അല്ലാഹു ഏകനാണെന്ന് എനിക്കറിയാം, നീ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ മുമ്പിൽ നിരന്നിരിക്കുന്ന മക്കയിലെ ഗോത്രത്തലവന്മാരെ നീ കാണുന്നില്ലേ? ഞാനെങ്ങാനും നിന്റെ വിശ്വാസവും പേറിയിട്ട് മരിച്ചുപോയാ നാളെ മുതൽ മക്കയുടെ മടിത്തട്ടിൽ ഇവരെല്ലാവരും എന്നെ കുറിച്ച് പലതും പറഞ്ഞു നടക്കും. അബൂ താലിബ് പേടിത്തൊണ്ടനാണെന്ന് അബൂ താലിബ് പേടിത്തൊണ്ടനാണെന്ന് പറഞ്ഞു നടക്കോ. മുഹമ്മദ് കൊണ്ടുവന്ന പുതിയ മതത്തെയും സ്വീകരിച്ചിട്ട് കടന്നു പോയവനാണെന്ന് എന്റെ മരണശേഷം ഈ കാണുന്ന ഗോത്ര തലവന്മാരെല്ലാം വിളിച്ചു പറയുന്നതിന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് ഇല്ല മുഹമ്മദേ, ലാത്തയെയും മുസ്സയെയും മനാത്തയും എല്ലാം പറഞ്ഞയച്ചിട്ട് അവരെ എല്ലാം നിഷേധിച്ചിട്ട് നിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് കഴിയില്ല. നിന്റെ വിശ്വാസം സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. അബൂ താലിബിന്റെ ചെവിയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു കൊടുത്തു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂ താലിബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ മരിക്കല്ലേ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറഞ്ഞ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാം. അതുകൊണ്ട് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂ താലിബ് പ്രവാചകന്റെ മുമ്പ് ഇരുന്നിട്ട് നിഷേധിച്ചതല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ എങ്ങനെ മരിക്കണമെന്ന്, ഏത് കോലത്തിലാണ് നിങ്ങൾ മരിച്ചു പോവേണ്ടതെന്ന്. മോശമായൊരു മരണം വരിക്കേണ്ടവനല്ല. അല്ലാഹുവിന്റെ പരലോകത്ത് നിങ്ങളുടെ കൈ പിടിക്കേണ്ടവനാണ് ഞാന്. അതുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഹൃദയത്തിൽ ഉറപ്പിച്ചു പറയണേ. അബൂ താലിബ് നിഷേധിക്കുമ്പോ പ്രവാചകനതാ വീണ്ടും പറയുന്നു, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ശരി, നിങ്ങൾക്ക് വേണ്ടി പടച്ചോനോട് പൊറുക്കലിനെ തേടണ്ടാന്ന്. നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു പാപമോചനം തേടണ്ടെന്ന് പറയുന്നത് വരെ അല്ലാഹുവിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നിട്ട് റിസാലത്തിന്റെ കൈയെടുത്തിട്ട് അബൂ താലിബിന്റെ മുഖത്തേക്ക് തടകാൻ തുടങ്ങുമ്പോ ആകാശമേഘപാളികളെ കീറിമുറിച്ച് അല്ലാഹുവിന്റെ ദിവ്യബോധനവുമായി വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. ഹബീബായ പ്രവാചകന്റെ റിസാലത്തിന്റെ കൈ തട്ടി മാറ്റുകയാണ്. യാ നബി അല്ലാഹ്, അങ്ങ് ഇഷ്ടപ്പെട്ടവർക്കല്ല പടച്ചോന് ഹിദായത്ത് കൊടുക്കുന്നത്, അങ്ങ് ആഗ്രഹിച്ചവർക്കല്ല അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നത്. അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നത് പടച്ചോൻ ഇഷ്ടപ്പെട്ടവർക്കാണ്. യാ റസൂലല്ലാഹ്, ഏതെങ്കിലും ഒരു മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ മരിച്ചു പോയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ, നബിയേ, ആ മനുഷ്യന് വേണ്ടി അങ്ങ് പാപമോചനം തേടല്ലേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പോയാൽ ആ മനുഷ്യന് വേണ്ടി അങ്ങ് പാപമോചനം തേടല്ലേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രവാചകന് മുന്നറിയിപ്പ് നൽകുകയാണ്. അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ ഒന്നാമത്തെ ഘട്ടം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകുന്നിടത്താണ് അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകുന്നിടത്താണ് അല്ലാഹുവിന്റെ സ്വർഗം നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നത്.
ഇല്ലേ? ഭൗതിക താല്പര്യത്തിനു വേണ്ടിയാണ് നാം നമ്മുടെ വിശ്വാസത്തെ കളഞ്ഞുകുളിച്ചത്. ജീവിതത്തിന്റെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ അലട്ടിയപ്പോ ദാമ്പത്തിക ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, പരസ്പരമുള്ള സ്വരച്ചേർത്തകൾ പലതും നമ്മുടെ ജീവിതത്തെ അത്രമേൽ പ്രയാസപ്പെടുത്തിയപ്പോൾ നമ്മുടെ സഹോദരിമാർ, നമ്മുടെ കൂടപ്പറപ്പുകൾ എത്ര പേരാണ് ജീവിതത്തിന്റെ അവസാന സമയം ഒരു മുഴം കയറിൽ അവരുടെ ജീവിതത്തെ അവർ അവസാനിപ്പിച്ചു കളഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നഷ്ടപ്പെട്ടാൽ പോയി, വിശ്വാസം നഷ്ടപ്പെട്ടാൽ പോയി. എത്ര പേർക്കാണ് ആ സൗഭാഗ്യം അല്ലാഹു അവരുടെ ജീവിതത്തിൽ എടുത്തു കളഞ്ഞത്? നിസ്കരിച്ചവർ, നോമ്പ് പിടിച്ചവർ, 18 വർഷം മതശാലയിൽ കൃത്യമായി പഠിച്ചു വലുതായവർ, പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടിയാണ് തന്റെ പരിശുദ്ധ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ പ്രണയ പൂർത്തീകരണത്തിനു വേണ്ടി പോയവർ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ഒരു മനുഷ്യൻ അള്ളാഹു ഹിദായത്ത് കൊടുത്തിട്ട് ആ ഹിദായത്തിനെ തിരിച്ചെടുത്തു കളഞ്ഞാൽ അവനേക്കാൾ ഭാഗ്യം കെട്ടവൻ ഈ ദുനിയാവിൽ വേറെ ഇല്ലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അവിടെയാണ് നാം ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് വിശ്വാസം നാം ഒന്ന് ചർച്ച ചെയ്യേണ്ടത്. ഈ തൊപ്പി വെച്ചതും താടി വെച്ചതും തലപ്പാവ് ധരിച്ചതും നിങ്ങളുടെ മുമ്പ് നിന്ന് വഴല് പറഞ്ഞതൊന്നും മുസ്ലിമായി മരിക്കാനുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണണില്ല. കാരണം അതാ എന്റെ റബ്ബ് എനിക്ക് തരുന്നൊരു ഔദാര്യമാണ്. അത്രയും എത്രയെത്ര ആളുകൾ. ഒരു കഴിഞ്ഞ വർഷം ഞാൻ എന്റെ നാട്ടിലൊരു വയലിന് പോകുമ്പോ ഒരൊറ്റ വക്കത്ത് പോലും പള്ളിയിലല്ലാത്ത അവസ്ഥയിൽ നിസ്കരിക്കാത്ത ഒരു സഹോദരൻ മരിക്കുന്ന അന്നത്തെ സുബഹിക്കും ആ സഹോദരൻ പള്ളിയിൽ നിസ്കരിക്കുന്ന CCTV-യിൽ കൃത്യമായി കാണാം. സുബഹി ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നു 7 മണിക്ക് ആ മനുഷ്യൻ തന്റെ വീട്ടിന്റെ സീലിംഗ് ഫാനിൽ ഒരു മുഴം കയറിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞത്രേ. നമ്മൾ വിചാരിച്ചു നമ്മുടെ തൊപ്പിയും നമ്മുടെ ധാടിയും നമ്മുടെ തലപ്പാവും നമ്മുടെ സൗകര്യങ്ങളൊക്കെ മുസ്ലിമായി മരിക്കാനുള്ള ഒരു ക്വാളിറ്റിയാണെന്ന്. അല്ല, പടച്ചോ നമുക്ക് തരുന്ന ഔദാര്യമാണ്. അള്ളാഹു ഏറ്റവും ഖൈറായ സമയത്ത് നമ്മളെ മരിപ്പിക്കട്ടെ. ഏറ്റവും ഖൈറായ സമയത്ത് അള്ളാഹു നമ്മളെ മരിപ്പിക്കട്ടെ. മരിക്കുന്ന സമയം കൽബിലും നാവിലും അള്ളാഹു പരിശുദ്ധമായ ഷഹാദത്ത് നൽകട്ടെ. ആ മരണമല്ലേ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കേണ്ടത്. ആ മരണമാണ് നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കേണ്ടത്. എപ്പോഴാണ് പെങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് പറയാൻ കഴിയില്ല. ആലിമീങ്ങൾ മതവിധി പറയുമ്പോൾ ഉസ്താദേ നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾക്കത് പ്രശ്നമല്ല, നിങ്ങൾ മതം പറഞ്ഞോ ഞങ്ങൾക്കത് പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുമെന്ന് പറയുന്നൊരു സമൂഹം, മതനിരാസവും ലിബറലിസവും ഒക്കെ യുക്തിവാദമടക്കവും ഈ സമൂഹത്തിന്റെ ഹൃദയത്തിനുള്ളിൽ ചെറുപ്പക്കാരെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ചാ ജീവിക്കുന്നത്. നിങ്ങൾ മതം പറഞ്ഞോ, പക്ഷേ അത് ഫോളോ അപ്പ് ചെയ്യണോ എന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നതെന്ന് ദാഠ്യത്തോടുകൂടി ലൈൽ വന്നു പറയുന്ന പെൺകുടിമാരുടെ നാടാണ് കാസർഗോഡ്. ഈ ചെറുപ്പക്കാരികളെ, അള്ളാഹു നിന്റെ ദീനിനെ എപ്പോഴാണ് മനസ്സിൽ നിന്ന് എടുത്തു കളയുന്നതെന്ന് പറയാൻ കഴിയില്ല. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്തിരുന്നിട്ട് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നുണ്ട്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ പരിശുദ്ധ ഇസ്ലാമിൽ ഉറപ്പിച്ചു വെക്കണേന്ന് അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലിരുന്നിട്ട് ദുആ ചെയ്യുകയാണ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ പരിശുദ്ധ ദീനിൽ ഉറപ്പിച്ചു വെക്കണേ അല്ലാഹ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഇത് കേട്ടിട്ട് ഹബീബായ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയേ അങ്ങിങ്ങനെ ദുആ ചെയ്യുന്നത്? ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് പ്രവാചകന്റെ മറുപടി, ഓ ഉമ്മു സലമ, ഒരു മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ കയ്യിലാണ്. ഫമൻ ശാഅ ഖാമാ വമൻ ശാഅ സാഗാ. ഒന്നെങ്കിൽ അല്ലാഹു മരിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ
ഹൃദയത്തെ അള്ളാന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുകയാണ്. അല്ലെങ്കിൽ അള്ളാഹു അവന്റെ ഹൃദയത്തെ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിപ്പിച്ചു കളയുകയാണ്. നിങ്ങൾക്കറിയുമോ, മഹാനായ സഹൽ ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തിരുന്നിട്ട് ഒരു യുദ്ധം ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഖൈമയിലിരുന്നിട്ട്, ഒരു കൂടാരത്തിലിരുന്നിട്ട് സഹാബത്ത് യോദ്ധാക്കളെല്ലാം സഹൽ ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹുവും അല്ലാഹുവിന്റെ റസൂലും ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ അതാ ചെറുപ്പക്കാരനായ ഒരു സഹാബി തന്റെ മുഖമെല്ലാം മൂടിക്കെട്ടിയിട്ട് ഊരിപ്പിടിച്ച വാളുമായിട്ട് ശത്രുക്കൾക്കിടയിലേക്ക് ചാട്ടുളി പോലെ പെയ്തിറങ്ങുകയാണ്. വാപ്പാ, ശത്രുവിന്റെ തല മുറിച്ചെടുത്തിട്ട് മുന്നോട്ട് ഗമിക്കുമ്പോ സഹാബത്ത് എല്ലാവരും വിളിച്ചു പറയുന്നു, ഇന്നത്തെ ദിവസം പടച്ചോന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് ഈ ചെറുപ്പക്കാരനാണ്. ശത്രുവിന്റെ തല കൊയ്തെടുത്തിട്ട് ആ ചെറുപ്പക്കാരൻ ശരവേഗം പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? സഹാബത്തെല്ലാം ആശ്ചര്യത്തോടെ ചെറുപ്പക്കാരനെ നോക്കുമ്പോ സഹൽ ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, സഹാബാ, സ്വർഗ്ഗത്തിന്റെ അവകാശിയെ കാണണമെങ്കിൽ ആ ചെറുപ്പക്കാരനെ നിങ്ങൾ നോക്കൂ സഹാബാ, നിങ്ങൾ നോക്കൂ സഹാബാ. അള്ളാന്റെ റസൂലിന്റെ മുമ്പ് ഇരുന്നിട്ട് സഹൽ ഇബ്നു സഈദ് തങ്ങൾ ഇത് പറയുമ്പോ അള്ളാന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയോ? ഹുവ മിൻ അഹ്ലിന്നാർ. സഹാബാ, ആ ചെറുപ്പക്കാരൻ നരകത്തിലാണത്രേ. സഹൽ ഇബ്നു സഈദ് തങ്ങൾ ഞെട്ടിപ്പോവുകയാണ്. സുബ്ഹാന റബ്ബി. ഇസ്ലാമിന്റെ രണാങ്കണത്തിൽ ശത്രുക്കൾക്കെതിരെ ചാട്ടുളി പോലെ പെയ്തിറങ്ങുന്ന ചെറുപ്പക്കാരനെ നോക്കിയിട്ട് സ്വർഗത്തിലാണെന്ന് ഞങ്ങൾ പറയുമ്പോ അള്ളാന്റെ റസൂൽ ആ ചെറുപ്പക്കാരൻ നരകത്തിലാണെന്ന് പറയുകയോ? സഹൽ ഇബ്നു സഈദ് തങ്ങൾ തീരുമാനിച്ചു, ആ യുദ്ധം അവസാനിക്കുന്നത് വരെ ചെറുപ്പക്കാരനെ ഒന്ന് നിരീക്ഷിക്കണമല്ലോ. രണ്ടാളുകളെ ചുമതലപ്പെടുത്തുകയാണ്. എന്തിനാണ് എന്റെ ഹബീബ് ഞങ്ങൾ സ്വർഗാവകാശിയാണെന്ന് കരുതിയ മനുഷ്യനെ നോക്കിയിട്ട് നരകത്തിലാണെന്ന് എന്തിനാണ് എന്റെ റസൂല് പറഞ്ഞത്? അതാ അസത്യവും സത്യവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. രണാങ്കണം കൊടുമ്പിരി കൊള്ളുകയാണ്. അവസാനമല്ല ഒരു ശത്രുവിന്റെ വെട്ട് ആ ചെറുപ്പക്കാരന്റെ കാൽത്തുടയിലേക്ക് പതിക്കുകയാണ്. ആ കാലില് ശക്തിയായ ഒരു മുറിവ് പറ്റുകയാണ്. ആ മുറിവിലൂടെ രക്തം വെളിയിലേക്ക് നിറകളിക്കുന്നു. സുബ്ഹാന റബ്ബി. അതുവരെ അസത്യത്തിനെതിരെ ഉയർത്തിയ വാളുണ്ടല്ലോ, വേദന സഹിക്കവയ്യാതെ വന്നപ്പോ ആ ചെറുപ്പക്കാരൻ തന്റെ സ്വന്തം ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് ആത്മഹത്യ ചെയ്തത്രേ. സഹൽ ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ് ഇലാ ഹദറത്തി റസൂലില്ലാഹ്. അള്ളാന്റെ റസൂലിന്റെ ചാരത്തു ചെന്നിട്ട് പ്രവാചകന്റെ കൈ ഒന്നുകൂടി സഹൽ തങ്ങൾ പിടിക്കുകയാണ്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിയേ, ഞാൻ ഒന്നുകൂടി അങ്ങയെ സാക്ഷ്യം വഹിക്കുന്നു നബിയേ, അങ്ങ് പറഞ്ഞത് സത്യമാണ്, അങ്ങ് പറഞ്ഞത് സത്യമാണ്. അള്ളാന്റെ റസൂല് പറയുന്നു, സഹലേ, ഒരു മനുഷ്യന്റെ മനസ്സെങ്ങനെയാണ്, എപ്പോഴാണ് ഹിദായത്ത് അല്ലാഹു മനസ്സിൽ നിന്ന് ഊരിയെടുക്കുന്നതെന്ന് പറയാൻ കഴിയില്ലെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. ഈ പാതിരാത്രി സമയത്ത് ഈ മഖാമിന്റെ ചാരത്തിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് എന്തു വയതാണ് കേട്ടതെന്ന് ചോദിച്ചാല് ആസ്വാദനത്തിന്റെ വയത് പറയാനില്ല. നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങൾക്കുള്ളിലേക്ക് കിടക്കട്ടെ. ഈ സമുദായത്തിന്റെ ഉള്ളില് ചെറുപ്പക്കാര് പരലോക വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. തന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അള്ളാന്റെ ദീനിനെ മാറ്റിവെക്കുകയാണ്. മതനിയമങ്ങളെ കാറ്റിൽ പറത്തുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയും ഖദീജ റളിയല്ലാഹു തആല അൻഹ അടക്കം ധരിച്ച മാന്യമായ വസ്ത്രങ്ങളെ പോലും ഇന്ന് കാപട്യം മറക്കാൻ വേണ്ടി മുസ്ലിം സമുദായത്തിന്റെ ചെറുപ്പക്കാരികള് ലിംഗവ്യത്യാസമില്ലാതെ വർണ്ണവ്യത്യാസമില്ലാതെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തില് പെങ്ങളെ
അള്ളാഹുവിന്റെ സ്വർഗം തുറക്കേണ്ടെന്നത് എങ്ങനെന്നറിയോ? നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരേണ്ടത് എങ്ങനെന്നറിയോ? ഒന്നാമത്തെ ഡിമാൻഡ് അള്ളാഹു പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇതുണ്ടോ നീ രക്ഷപ്പെട്ടു. ഇതില്ലയോ നിന്റെ ഖസിറ ദുനിയാ വൽ ആഖിറ. ദുനിയാവ് നഷ്ടമായി വാപ്പാ, നിന്റെ പരലോകവും നഷ്ടമായെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതുണ്ടെങ്കിൽ ഇനി നിന്റെ ലിസ്റ്റിൽ ഒരു നിസ്കാരവും ഒരു നോമ്പും ഒരു സൽക്രമവും നിന്റെ ലിസ്റ്റിൽ ബാക്കിയില്ലെങ്കിലും ഖാലിസായ നിന്റെ കൽബിൽ മറ്റൊന്നിനോട് പങ്കുചേർക്കാത്ത, ഒരു ഭൗതിക താല്പര്യങ്ങൾക്കും അടിയറവ് വെക്കാത്ത ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നിസ്കാരവും നോമ്പും ഇതര ഒരു കർമ്മവും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ സ്വർഗം നിന്റെ മുമ്പ് തുറക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതുണ്ടെങ്കിലേ പാപമോചനമുള്ളൂ. ഇതുണ്ടെങ്കിലേ അള്ളാഹു പുറത്തു തരൂ. ഇതില്ലെങ്കിൽ പിന്നെ ഹിസാബില്ല, ഇതില്ലെങ്കിൽ പിന്നെ ഖബർ പ്രശ്നമല്ല, ഇതില്ലെങ്കിൽ ഡയറക്റ്റ് പോവേണ്ട സ്ഥലം അത് നരകമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. നമുക്ക് സ്വർഗത്തിൽ പോണമല്ലോ, നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ? എന്താ മനുഷ്യന്മാരെ സ്വർഗത്തിൽ പോകണ്ടേ? എളുപ്പ വഴിയാന്ന് ഓർത്ത് വന്നല്ലേ? സ്വർഗത്തിൽ പോകാൻ ഒരു എളുപ്പ വഴി ചോദിച്ചാൽ യൂട്യൂബിൽ മില്യൺ കണക്കിന് വ്യൂസ് ഉള്ള ഏറ്റവും വലിയ വീഡിയോ അതായിരിക്കും. സ്വർഗത്തിൽ പോകാനൊരു എളുപ്പ വഴി. നമുക്ക് എളുപ്പ വഴിയാണ് വേണ്ടത്. സ്വർഗത്തിൽ പോകാൻ എളുപ്പ വഴിയില്ല. ഇച്ചിരി പാടുപെടണം, ഇത്തിരി പ്രയാസപ്പെടണം. ഒന്നാമത്തത് ഹൃദയത്തിൽ ഉറപ്പിക്കണം വിശ്വാസം. ഏറ്റവും ആനുകാലിക വിഷയം ഇത് തന്നെയാണ്. എത്ര വാർത്തകളാണ് കേൾക്കുന്നത്. 18ഉം 20ഉം വർഷം വളർത്തി വലുതാക്കിയ പൊന്നുമക്കൾ തന്റെ പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടി അള്ളാന്റെ ദീനിനെ കളഞ്ഞു. ദുനിയാവിന്ന് പോവും, ഈ ദുനിയാവിന്ന് പോകും. പരലോകം വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, പരലോകമാണ് ശേഷിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ. നമുക്ക് അങ്ങോട്ടല്ലേ പണിയെടുക്കേണ്ടത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ ഉറപ്പിച്ചോ. ഒരു രണാങ്കണത്തിലെ സഹാബത്ത് നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഈത്തപ്പന നാരില് ഒരു ചെറുപ്പക്കാരന്റെ കൈകാലുകളിൽ കെട്ടിയിട്ടിട്ട് കൊണ്ടുവരികയാണ്. സഹാബത്തെല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുകയാണ്. ആരാണ് ആ ചെറുപ്പക്കാരൻ? കണ്ടു പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരനാണ്, കറുത്തവനായൊരു ചെറുപ്പക്കാരൻ. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പില് സഹാബത്ത് ആ ചെറുപ്പക്കാരനെ കൊണ്ടു നിർത്തുമ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, സഹാബ ആ ചെറുപ്പക്കാരൻ ആരാ? സഹാബത്ത് പറഞ്ഞു, നബിയേ ഇവൻ ആരെന്നറിയുമോ? മക്ക കുഫാറുകളുടെ അടിമയാണ്, ചാരനാണ്. ഇസ്ലാമിന്റെ യുദ്ധതന്ത്രങ്ങൾ ചോർത്തിയെടുക്കാൻ കടന്നു വന്നവനാണ്. തക്കം പാർത്തിരുന്ന സഹാബത്ത് ആ മനുഷ്യനെ അവരുടെ കരവിരുതുകൾക്കുള്ളിലാക്കിയതാണ് നബിയേ. ഹബീബായ പ്രവാചകര് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് സഹാബത്ത് ഇത് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളോ അതാ ഊരിപ്പിടിച്ച വാളുമായിട്ട് ആ ചെറുപ്പക്കാരന്റെ നേരെ അടുക്കുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, അബൂബക്കറേ, ഉമറേ, ആ മനുഷ്യനെ നിങ്ങൾ വെറുതെ വിടണേ. അവനെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുതേ, ഉപദ്രവിക്കരുതേ. ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ, മക്ക കുഫാറുകളുടെ അടിമയാണിവന്. ഇവൻ ഇസ്ലാമിന്റെ യുദ്ധതന്ത്രങ്ങൾ ശത്രുപാളയത്തിൽ ചോർത്തി കൊടുക്കുന്ന മനുഷ്യനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, ഞാനല്ലേ പറയുന്നത്, ആ ചെറുപ്പക്കാരനെ പ്രയാസപ്പെടുത്താതെ അവന്റെ കൈകാലുകളിലെ കെട്ടുകളെല്ലാം നിങ്ങൾ അഴിച്ചുവിടണേ. സഹാബത്ത് ആ മനുഷ്യന്റെ കൈകാലുകളിലെ കെട്ടുകളെല്ലാം അഴിച്ചു കളഞ്ഞു. പെങ്ങളെ, ആ ചെറുപ്പക്കാരൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത്രകാലം ഇസ്ലാമിന്റെ യുദ്ധതന്ത്രങ്ങൾ ചോർത്തിയെടുത്തവനാണല്ലോ ഞാന്, ശത്രുപാളയത്തിൽ കൊണ്ടുകൊടുത്ത ചാരനാണല്ലോ ഞാന്. അബൂബക്കർ എന്നെ വെറുതെ വിട്ടാലും ഉമറിന്റെ വാളിന് ഞാൻ ഇരയാകുമെന്ന് ഉറപ്പിച്ചു വന്നതാ. മുഹമ്മദിന് എന്തു പറ്റി? മുഹമ്മദിന്റെ അനുയായികൾക്ക് എന്തു പറ്റി? എന്തിനാണ് എന്നെ നിരുപാധികം ഇങ്ങനെ വിട്ടയക്കുന്നത്? അത്ഭുതത്തോടെ ആ ചെറുപ്പക്കാരൻ നടന്നു നീങ്ങുകയാണ്. ആരാണെന്നറിയണ്ടേ? ആ ചെറുപ്പക്കാരനാണ് അസ്വദ് റായി.
ആ ചെറുപ്പക്കാരനാണ് അസ്വദ് റായി. അവൻ മെല്ലെ പ്രവാചകന്റെ ചാരത്തു നിന്ന് നടന്നു നീങ്ങുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മനുഷ്യനെ വിളിക്കുന്നു, അസ്വദ് റായി, നിനക്ക് അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിലേക്കൊന്ന് കടന്നു വന്നൂടെ? നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ചുകൂടെ? അസ്വദ് റായി പ്രവാചകനോട് മറുപടി പറഞ്ഞത് എന്തെന്നറിയോ? മുഹമ്മദേ, നിന്റെ വിശുദ്ധ ഇസ്ലാമിലേക്ക് ഞാൻ കടന്നു വന്നാൽ എനിക്കെന്താണ് പ്രയോജനം? പൈസ വല്ലതുണ്ടോ? അധികാരം വല്ലതുമുണ്ടോ? ഹബീബായ പ്രവാചകൻ അസ്വദ് റായിയോട് പറഞ്ഞത്, അസ്വദ് റായി, നീ ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാല്, അല്ലാഹുവിന്റെ ഏകത്വത്തെ നീ ഇന്ന് വിശ്വസിച്ചാല്, നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരികയാണ്. മാത്രവുമല്ല, നീ ഇന്ന് മക്കാ കുഫാറുകളുടെ അടിമയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാല് നീ അല്ലാഹുവിന്റെ അടിമയാണ്. അല്ലാഹു നിന്റെ ഉടമയാണ്. അടിമത്തത്തിന്റെ ചങ്ങലകൾ എന്നേക്കുമായി നിന്നിൽ നിന്ന് പൊട്ടിച്ചെറിയുകയാണ്. അസ്വദ് റായി പ്രവാചകന്റെ റിസാലത്തിന്റെ നാവിൽ നിന്നത് കേട്ടപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്തിന്റെ വാതായനങ്ങള് ഹിദായത്തിന്റെ വാതായനങ്ങൾ അസ്വദ് റായി റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തുറന്നു കൊടുക്കുകയാണ്. പ്രവാചകന്റെ കൈ പിടിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതുവരെ പേര് കേട്ടാൽ അറപ്പോടെ, അതുവരെ പേര് കേട്ടാൽ വെറുപ്പോടെ സഹാബത്ത് നോക്കി കണ്ട മനുഷ്യന് ഇസ്ലാമിന്റെ ശാദ്വല തീരങ്ങളിലേക്ക് കടന്നു വരികയാണ്. മറുവശത്തതാ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. അസത്യവും സത്യവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അസ്വദ് റായി പ്രവാചകനോട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്പസമയം മുമ്പ് ഞാൻ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തായിരുന്നു നബിയേ, ഇപ്പൊ ഞാൻ ഇസ്ലാമിന്റെ കൂടെയാണ് നബിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചു നബിയേ. ഇന്നലെ വരെ ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ച എനിക്ക് ഇന്ന് ഇസ്ലാമിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം നബിയേ. ശത്രുപാളയത്തിൽ തീമഴ പോലെ പെയ്തിറങ്ങാൻ എനിക്കൊന്ന് അനുവാദം തരുമോ നബിയേ? ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ അസ്വദ് റായി നിന്ന് കരയുമ്പോ അസ്വദ് റായിയുടെ കയ്യിലേക്ക് പ്രവാചകന് വാള് വെച്ചു കൊടുത്തു. പ്രവാചകന്റെ കയ്യിൽ നിന്ന് വാള് വാങ്ങി അസ്വദ് റായി ശത്രുപാളയത്തിലേക്ക് കടന്നുപോയി. സുബ്ഹാനല്ലാഹ്, അല്പസമയം കഴിഞ്ഞില്ല, 80ഓളം വെട്ടുകളേറ്റിട്ട് അള്ളാന്റെ റസൂലിന്റെ റിസാലത്തിന്റെ മടിയിൽ കൊണ്ടുവച്ചു. അസ്വദ് റായി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. ഹബീബായ പ്രവാചകന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. റസൂലുള്ളാഹ് പറയുന്നു, അമില ഖലീൽ വനാല കസീർ. സഹാബ, അസ്വദ് റായി ഒരു വഖത്ത് പോലും നിസ്കരിച്ചിട്ടില്ല, ഒരു വരി ഖുർആൻ ഓതിയിട്ടില്ല. അല്ലാഹുവേ, ജീവിതത്തിൽ ചെയ്ത ഒരേ ഒരു നന്മ ഏതെന്നറിയോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിസ്കരിച്ചില്ല, നോമ്പ് പിടിച്ചില്ല, ഒരേ ഒരു കർമ്മം മാത്രമാ ചെയ്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത പ്രതിഫലം എന്തെന്നറിയോ? അത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള ശഹാദത്താണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള ഒന്നാമത്തെ വഴി ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശ്വാസം നന്നാക്കണം. വിശ്വാസമില്ലെങ്കിൽ പോയി. രണ്ടാമത്തെ വഴി അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ. വൗസിലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീന ഗൈറ ബഈദ്. അല്ലാഹുവിന്റെ ഖുർആൻ സംവദിക്കുകയാണ് നമ്മളോട്. നാളെ അല്ലാഹുവിന്റെ പരലോകത്തേക്ക് പടച്ച റബ്ബിന്റെ സ്വർഗ്ഗം കടന്നു വരികയാണ് പെങ്ങളെ.
70,000 ചങ്ങലകളിൽ 70,000 കൊളുത്തുകളിൽ, ഓരോ കൊളുത്തുകളിലും 70,000 ചങ്ങലകളാണ്. ഓരോ ചങ്ങലകളിലും 70,000 മലക്കുകളുടെ അകമ്പടിയോടെ അള്ളാഹുവിന്റെ സ്വർഗമതാ പരലോകത്തേക്ക് കടന്നു വരികയാണ്. എങ്ങനാണ് പടച്ചോന്റെ സ്വർഗത്തിൽ കടന്നു വരുന്നതെന്നറിയോ? അള്ളാഹുവേ, ചില ആളുകളുടെ മുമ്പിലേക്കാ സ്വർഗം കടന്നു വരുന്നത്. ആരുടെ മുമ്പിലേക്കാണ് പടച്ച റബ്ബിന്റെ സ്വർഗം കടന്നു വരുന്നത്? അള്ളാന്റെ ഖുർആൻ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ്. വൗസിലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീന ഗൈറ ബഈദ്. അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ച മനുഷ്യന്റെ മുമ്പിലേക്കാണ്, അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ച മനുഷ്യന്റെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ സ്വർഗം കടന്നു വരികയാണ്. വാപ്പാ, ആരാ പടച്ചോനെ സൂക്ഷിച്ച് ജീവിച്ചത്? ആരാണ് പടച്ച റബ്ബിനെ പേടിച്ചു ജീവിച്ചത്? എപ്പോഴാണ് വാപ്പാ നമ്മൾ അള്ളാനെ പേടിച്ചത്? നമുക്ക് ഭൗതിക ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ കടന്നു പോയപ്പോഴല്ലേ? നമ്മുടെ നാട്ടുകാരെ പേടിച്ചിട്ടല്ലേ അള്ളാനെ പേടിച്ചത്? നമ്മളെ മഹല്ല് ഖത്തീബിനെ പേടിച്ചിട്ടല്ലേ പടച്ചോനെ പേടിച്ചത്? നമ്മൾ അള്ളാനെ പേടിയാണെന്ന് 40 വട്ടം വിളിച്ചു പറയുമ്പോ, ഏ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആൻ എപ്പോഴും നിന്നോട് പറയുന്നൊരു വാക്യമാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണേ, നിങ്ങൾ പടച്ചോനെ പേടിക്കണേ. കാരണം അള്ളാഹുവിന്റെ സ്വർഗം കടന്നു വരുന്നത് അള്ളാനെ സൂക്ഷിച്ചു ജീവിച്ചവരുടെ മുമ്പിലാണ്. പടച്ചോനെ പേടിക്കാത്തവന്റെ മുമ്പില്, അള്ളാഹുവിനെ പേടിക്കാത്തവന്റെ മുമ്പില് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ വാസന പോലുമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആരാണ് അള്ളാനെ പേടിച്ചു ജീവിച്ചത്? ആരാണ് പടച്ചോനെ സൂക്ഷിച്ചു ജീവിച്ചത്? അവന്റെ മുമ്പിലേക്കാണ് അള്ളാന്റെ സ്വർഗം കടന്നു വരുന്നത്. നമ്മൾ അള്ളാനെ പേടിച്ചത് രഹസ്യത്തിൽ അള്ളാനെ പേടിച്ചവരാരാ? പരസ്യത്തിൽ അള്ളാനെ പേടിച്ചവരാരാ? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വരട്ടെ. നമുക്ക് നമ്മുടെ പടച്ചോനെ പേടി നമ്മുടെ പരസ്യ ജീവിതത്തിലല്ലേ? കാസർഗോഡ് ടൗണിലേക്ക് കടന്നു വന്നിട്ട് ഒരു തെറ്റു ചെയ്യാൻ നമ്മൾ 100 ആവർത്തി പേടിക്കും. കാരണം എന്താണ്? എന്നെ കാണാൻ അറിയുന്നവർ ഒരുപാടുണ്ടല്ലോ. എന്റെ നാട്ടാരുണ്ട്, മഹല്ലുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, അറിയുന്നവരുണ്ട്. അവരറിഞ്ഞാൽ എന്റെ വീട്ടിലെത്തുമല്ലോ. എന്റെ കൂട്ടുകാരറിഞ്ഞാൽ നാട്ടിൽ പാട്ടാകുമല്ലോ. ഒരുപക്ഷെ ഒരു കല്യാണം പോലും മാന്യമായി നടക്കാതെ വരുമല്ലോ. രഹസ്യ ജീവിതത്തിൽ അള്ളാനെ പേടിക്കാതെ പരസ്യത്തിൽ മാത്രം അള്ളാനെ സൂക്ഷിച്ചവരെ, നിങ്ങളുടെ മുമ്പിൽ അള്ളാന്റെ സ്വർഗം തുറക്കില്ല. നിങ്ങളുടെ നിസ്കാരം അള്ളക്ക് വേണ്ട, നിങ്ങളുടെ നോമ്പ് അള്ളക്ക് വേണ്ട, നിങ്ങളുടെ സ്വതക്ക അള്ളക്ക് വേണ്ട. ദുനിയാവിൽ ചെയ്തു കൂട്ടിയതെല്ലാം പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ, എന്നെ ശ്രവിക്കാൻ ഇവിടെ കടന്നു വന്ന ചെറുപ്പക്കാരോടാണ്, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ചൂണ്ടാണി വിരലൊന്ന് ചേർത്ത് വെച്ചിട്ട്, മറുവശത്തിരിക്കുന്ന എന്റെ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, നിങ്ങളുടെ ഇടനെഞ്ചിലേക്ക് നിങ്ങളുടെ ചൂണ്ടാണി വിരല് ഒന്ന് ചേർത്ത് വെച്ചിട്ട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ഞാനൊന്ന് ചോദിക്കുകയാണ്. നിങ്ങളിലേക്കൊരു വിരൽ ചൂണ്ടുമ്പോ 4 വിരലും എന്നിലേക്കാണെന്ന കൃത്യമായ ബോധ്യത്തോടെ അള്ളാന്റെ റസൂലിന്റെ മുമ്പില് മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കടന്നു വരികയാണ്. പ്രവാചകന്റെ മുമ്പിലേക്ക് ഒരിക്കൽ സൗബാദങ്ങൾ കടന്നു വരുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, ലാ ഇലമന്ന അഖ്വാമം മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമ. സൗബാനെ, എന്റെ സമൂഹത്തിലെ എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗമുണ്ടല്ലോ, നാളെ അള്ളാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. വാപ്പാ, ഞാനും നിങ്ങളെ കുറിച്ചാ പ്രവാചകൻ പറഞ്ഞത്. എന്റെ പെങ്ങളെ, നിങ്ങളെ കുറിച്ചാ പറഞ്ഞത്. അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം നാളെ അള്ളാന്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. എങ്ങനാണ് അവര് കടന്നു വരുന്നതെന്നറിയോ? ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ തബീലാ. അവർക്ക് ഒരുപാട് സൽക്രമങ്ങളുണ്ട് കേട്ടോ. അവർക്ക് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സ്വതക്കയുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്. ഒരുപാട് സൽക്രമങ്ങളുടെ കൂമ്പാരമായിട്ട്
അള്ളാഹുവിന്റെ പരലോകത്തേക്ക് ഒരു വിഭാഗം കടന്നു വരുന്നുമ്മ. അവർക്ക് കൊട്ടക്കണക്കിനെന്നല്ല പ്രവാചകൻ പറഞ്ഞത്, ഒരു ചാക്കിൽ കൊള്ളുന്ന കർമ്മങ്ങളെന്നല്ല പറഞ്ഞത്. ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമത ബിലാ. മദീനയുടെയും മക്കയുടെയും പ്രാന്തപ്രദേശങ്ങളില് തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന വെളിവെളുത്ത തിഹാമ പർവ്വതത്തിന് സമാനമായ സൽക്കർമ്മങ്ങളുമായിട്ട് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് എന്റെ സമൂഹത്തിന്റെ ഒരു വിഭാഗം കടന്നു വരികയാ. അവര് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ പറയുകയാണ്, ഫയജ്അലുഹല്ലാഹു അസ്സ വജല്ല ഹബാഅനു മൻസൂറാ. അവരുടെ സൽക്കർമ്മങ്ങളെ പടച്ചറബ് ധൂളികളാക്കി, പൊടിപടലങ്ങളാക്കി ആകാശത്തുകൂടി പറത്തിവിടുകയാണ്. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ കസേര മെല്ലയൊന്ന് ഇളക്കി നോക്കിക്കേ. ആകാശത്തേക്ക് പൊടി ഇങ്ങനെ ഉയർന്നു പൊന്തുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ ദുനിയാവിൽ നിങ്ങൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു പൊടിപടലങ്ങളാക്കി ധൂളികളാക്കിയിട്ട് പൊടിപടലങ്ങളാക്കി ധൂളികളാക്കി ആകാശത്തുകൂടി പറത്തിവിടുമെന്ന് ഹബീബായ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ സൗബാൻ തങ്ങള് കരയാൻ തുടങ്ങി. ചോദിച്ചു, സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലമൂ. നബിയേ, അവരാരാണെന്നൊന്ന് പറഞ്ഞുതാ നബിയേ. അവരുടെ കോലം എന്താണെന്നൊന്ന് പറഞ്ഞുതാ നബിയേ. എന്തിനെന്നറിയോ? അറിയാതെ പോലും അവരിൽ പെട്ടുപോവാതിരിക്കാനാണ് ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ പ്രവാചകന് സൗബാനോട് പറഞ്ഞു കൊടുക്കുന്നു, സൗബാനേ, അവരാരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ചെറുപ്പക്കാരാ, ചിന്തിക്കാൻ, എന്റെ സഹോദരിമാര് ഹൃദയം തുറന്നൊന്ന് കേൾക്കാൻ. സൗബാൻ തങ്ങളെ കരഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് പൊട്ടിക്കരഞ്ഞിട്ടാണ് സൗബാൻ തങ്ങൾ ചോദിക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് അത്രമേൽ കഷ്ടപ്പെട്ടിട്ടാണ് പടച്ചറപ്പിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത്. നമുക്കിന്ന് നമുക്ക് മാറിയെടുക്കാൻ നല്ല വസ്ത്രമുണ്ട്, നമുക്ക് കഴിക്കാൻ നല്ല ഭക്ഷണമുണ്ട്, നമുക്ക് സഞ്ചരിക്കാൻ നല്ല വാഹനമുണ്ട്, കേറിക്കിടക്കാൻ നല്ല പാർപ്പിടമുണ്ട്. പക്ഷേ വാപ്പാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് അങ്ങനല്ല. അതുകൊണ്ടാണ് സൗബാൻ തങ്ങളെ കരഞ്ഞത്. യാ നബി അല്ലാഹ്, അവരാരാണെന്നൊന്ന് പറഞ്ഞതാ നബിയേ. സൗബാന്റെ കണ്ണുനീര് തന്റെ കവിൾ തടത്തിലൂടെ ഒലിച്ചിറങ്ങുകയാണ്, താടി രോമങ്ങൾ നരച്ചു കളയുകയാണ്. സൗബാനെ കരയുന്നു, നബിയേ, ഞങ്ങൾ പടച്ചറപ്പിന് വേണ്ടി നിസ്കരിക്കുന്നത് കഷ്ടപ്പെട്ടിട്ടാണ്. സമ്പത്തില്ലെന്ന് പറഞ്ഞിട്ടല്ലേ സ്വതക്ക കൊടുക്കാതെ മാറി നിന്നത്. ദുനിയാവിന്റെ തിരക്ക് പറഞ്ഞിട്ടല്ലേ നമ്മൾ അള്ളാന്റെ പള്ളിയിൽ നിന്നും മാറിപ്പോയത്. വിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയല്ലേ. പെങ്ങളെ, വിഭവസമൃദ്ധമായ ഭക്ഷണത്തളികകള്, വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ട് വിശുദ്ധ റമദാനിന്റെ പകലിനെ, വിശുദ്ധ റമദാനിന്റെ പവിത്രമായ സമയങ്ങളെ ആഹാര പാകം ചെയ്യുന്ന ധൃതിയിലൂടെ കടന്നു പോയിട്ട് പരിശുദ്ധമായ റമദാനിന്റെ അസറിന്റെ ജമാഅത്തിനെ നഷ്ടപ്പെടുത്തി കളയുന്നവരോട്, മോനെ, പരിശുദ്ധമായ റമദാനിന്റെ പവിത്രമായ രാത്രികളില് നഗരവീഥികളെ സജീവമാക്കിയിട്ട്, പവിത്രമായ രാത്രികളില് നഗരവീഥികളെ സജീവമാക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്കറിയില്ല സഹാബത്തിന്റെ കഷ്ടപ്പാട് എത്രയാണെന്ന്.
നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ല സഹാബത്തിന്റെ പ്രയാസം എന്താണെന്ന്. പകല് മുഴുവനും പട്ടിണി കിടക്കാൻ പറഞ്ഞ പടച്ചറബിനോടുള്ള വൈരാഗ്യം തീർക്കുന്നത് പോലെ ഇഫ്താർ മാമാങ്കങ്ങൾ ഈ കാലഘട്ടത്തിൽ പൊടിപൊടിക്കുന്ന ഒരു കാലഘട്ടത്തില് പെങ്ങളെ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഇബാദത്ത് എടുത്തത്. അവർക്ക് നോമ്പ് തുറക്കാൻ പച്ചവെള്ളവും കാരക്കയുമാണ്. അവർക്ക് നോമ്പ് പിടിക്കുന്നതും പച്ചവെള്ളവും കാരക്ക കൊണ്ടാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഹബീബായ പ്രവാചകൻ തങ്ങളുടെ വഫാത്ത് വരെ അള്ളാന്റെ റസൂല് 2 നേരം അടുപ്പിച്ചു ഭക്ഷണം കഴിച്ചിട്ടില്ല. മാറിയൊടുക്കാൻ വസ്ത്രമില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പള്ളിയിൽ പോകാത്തവരല്ല. നമ്മൾ പള്ളിയിൽ നിന്ന് അകന്നു പോയെന്ന് പറഞ്ഞിട്ടല്ലേ പള്ളിയിലേക്ക് വരാതെ പോയത്. ഉറൂസിന് വയല് സംഘടിപ്പിക്കുമ്പോ നമുക്കിന്ന് വയല് കേൾക്കാൻ സമയമില്ല. നമുക്ക് വയല് കേൾക്കാൻ സമയമില്ല. നമുക്ക് ഉറൂസിന്റെ ചന്തകളെയാ നമ്മൾ സജീവമാകുന്നത്. 2 വർഷം കൂടുമ്പോഴൊന്ന് പുറത്തിറങ്ങാൻ കിട്ടുന്ന സമയമല്ലേ. എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഉറൂസിന് പോയെന്ന് പറയാമല്ലോ. പെങ്ങളെ, ഉറൂസിന്റെ പേരും പറഞ്ഞു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെങ്ങന്മാരോട് നിങ്ങളുടെ യാത്ര അത് അനുവദിക്കപ്പെട്ട യാത്രയാക്കി മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ 10ഉം 20ഉം 30ഉം ദിവസം ഓരോരോ ഉറൂസുകളിലും വയല് സംഘടിപ്പിക്കുന്നത്. ഉറൂസിന്റെ പേരും പറഞ്ഞ് അങ്ങാടിയിൽ കറങ്ങിയ നാളെ അള്ളാന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധ ദീൻ ഉറൂസിന്റെ പേര് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്ന പെൺകുടിമാരോട് പാതിരാത്രി സമയത്തു നിങ്ങൾക്ക് ചന്തയിലൂടെ നടക്കാനുള്ള അനുവാദമില്ല, കച്ചവടം ഞാൻ പൂട്ടിക്കലല്ല. എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് വയല് കേൾക്കാൻ, വയലിന് ചെവി കൊടുക്കാൻ നിങ്ങൾക്ക് സമയമില്ല. കാരണം എന്താണ്? നമ്മള് തിരക്കിനാണ്, തിരക്കു പിടിച്ച ജീവിതത്തിലാണ്. പുറത്തിറങ്ങാൻ കിട്ടുന്ന ഒരു സമയമല്ലേ വയല് കേൾക്കാൻ ഇന്ന് കാരണവന്മാർക്കേ സമയമുള്ളൂ. ചെറുപ്പക്കാർക്ക് സമയമില്ല, സംഘാടകർക്ക് സമയമില്ല. യുവതി യുവാക്കന്മാരെല്ലാം ഉറൂസിന്റെ പേര് പറഞ്ഞിട്ട് ചന്തകളിൽ ഇങ്ങനെ സമയം ചെലവഴിക്കുമ്പോ പെങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധത നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ തുറന്നിട്ട് തരുമ്പോ, നമുക്കിന്ന് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾക്ക് വേണ്ടി സമയം കിട്ടുമ്പോ ആ സമയങ്ങളെ വിനിയോഗിക്കാൻ നമുക്ക് താല്പര്യമില്ല. നമുക്ക് ഏതെന്ന് താല്പര്യം അറിയുമോ? ഈ ഉമ്മത്തിന്റെ ചെറുപ്പക്കാരികൾക്ക് ഏതാ താല്പര്യമെന്നറിയോ? മുഖത്തും ചുണ്ടിലും ചായമടിച്ചിട്ട് നഗരവീഥികളെ സജീവമാക്കിയിട്ട് നഗരമധ്യങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഗാനമേളകൾക്ക് ചുവട് പിടിക്കാനാണ് ഇന്ന് ഈ സമൂഹത്തിന്റെ ചെറുപ്പക്കാർക്ക് അത്രമേൽ ഇഷ്ടം കൂടുന്നതാണ്. 2026 പ്രഭാതത്തെ വരവേൽക്കാൻ ബേക്കൽ ഫോർട്ടിൽ സംഘടിപ്പിച്ച ഗാനമേളക്കിടയിലാണ് എത്ര ആളുകൾക്കാണ് പ്രയാസങ്ങൾ പറ്റിയത്. അതിന്റെ മുമ്പയും ഈ സമുദായത്തിന്റെ ഉമ്മമാരെ കറുത്ത വ്രത ധരിച്ചിട്ട്, ആയിഷ ഉമ്മ ധരിച്ച, ഖദീജ ഉമ്മ ധരിച്ച മാന്യതയുടെ മൂടുപടമണിഞ്ഞ് മാന്യയുടെ വസ്ത്രമണിഞ്ഞിട്ടാണ് ഈ സമൂഹത്തിന്റെ ചെറുപ്പക്കാരികള്. അതിൽ ഉമ്മയെന്നില്ല, മോളെന്നില്ല, അതിൽ വർണ്ണമില്ല, വർഗമില്ല. പോലീസിന്റെ ലാത്തിക്കടി കൊണ്ട് ഓടുന്നൊരു കാഴ്ച കണ്ടപ്പോ അന്ന് രാത്രി ഉമ്മ വാട്സാപ്പിൽ അയച്ച സന്ദേശം ഇങ്ങനെയാണ്: ഹനാൻഷാടെ പാട്ട് കേൾക്കാൻ വന്ന ജനക്കൂട്ടം മഹിസറയേക്കാ വലിയ കൂട്ടമായിരുന്നത്രേ. ഉമ്മ, അള്ളാന്റെ മഹിസറയെ കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ഒരു വാക്ക് നിന്റെ വായിലൂടെ വരില്ലായിരുന്നു പെങ്ങളെ. നിന്റെ കാപട്യത്തെ മറക്കാനാണ് നീ മുഖം മറച്ചത്. നിന്നെ അന്യപുരുഷരിൽ നിന്ന് നിന്റെ മുഖം മറക്കാൻ വേണ്ടിയല്ല, അന്യപുരുഷരിൽ നിന്ന് നിന്റെ ശരീരം കാണാതിരിക്കാനല്ല നീ പർദ്ദ ധരിച്ചത്. നിന്റെ കാപട്യത്തെ മറക്കാനാണ് നീ പർദ്ദ ധരിച്ചത്. നന്മ ചെയ്യാൻ അവസരം കിട്ടുമ്പോ ആ നന്മയ്ക്കുള്ള അവസരങ്ങളെ വിനിയോഗിക്കാതെ അവസരങ്ങളെ അടിച്ചു പൊളിച്ചിട്ട് ഈ ദുനിയാവ് ക്ഷണികമാണ്,
മരണമെന്നൊരു ജീവിതമുണ്ട്, പരലോകമുണ്ടെന്ന് പറയുമ്പോ അതിനേക്കാളൊക്കെ ഈ ദുനിയാവിലാണല്ലോ എല്ലാം ഉള്ളത്. ജീവിക്കുമ്പോ അടിച്ചു പൊളിച്ചു ജീവിക്കണമെന്ന് പറയുന്ന പെൺകുടിമാരോട് സൗഭാഗ്യങ്ങള് അള്ളാന്റെ റസൂലിന്റെ മുമ്പ് ഇരുന്നിട്ട് കൊച്ചുകുട്ടിയെ പോലെ കരയുന്നു. നബിയേ, കഷ്ടപ്പെട്ട് ഞങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോ ധൂളികളാക്കി ആകാശത്തുകൂടി പുറത്തു വിട്ടാൽ ഞങ്ങൾ എങ്ങനാ നബിയെ സഹിക്കുന്നത്? ഞങ്ങൾ എങ്ങനാ നബിയെ സഹിക്കുന്നത്? അള്ളാന്റെ റസൂലിന്റെ മുമ്പ് ഇരുന്നിട്ട് സൗഭാഗ്യങ്ങളെ കരയുകയാണ്. നിസ്കരിക്കാൻ നെല്ലിക്കുന്നു ജുമാ മസ്ജിദിന്റെ മിനാരത്തെ തഴുകിത്തലോടിയിട്ട് ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാ നിസ്കാരത്തിലേക്ക് കടന്നു വരാൻ വിളിച്ചു പറയുമ്പോ ആ ശബ്ദ സന്ദേശ പരിശുദ്ധമായ ബാങ്കിന് മറുപടി കൊടുക്കാതെ കാട്ടിക്കൂട്ടലിലൂടെ കടന്നു പോകുന്നവരോട് മോനെ, ദുനിയാവിന്റെ സമയമല്ല, തീരുന്നൊരു ദിവസമുണ്ട്. ദുനിയാവിൻ്റെതെല്ലാം അസ്തമിച്ചു പോകുന്നൊരു സമയമുണ്ട്. എല്ലാ പടച്ചവന്റെ മുമ്പിൽ അടിയറവ് വെക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ മറന്നു പോവല്ലേ, ആ സമയത്ത് നിങ്ങൾ മറന്നു പോവല്ലേ. ബഹുമാനപ്പെട്ട കബീർ ഉസ്താദിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞു വെച്ചത് അവസാനിപ്പിക്കുകയാണ്. സൗബാൻ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞത് അങ്ങനെയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയില് ചില നിസ്കാരക്കാര് കടന്നു വരാറുണ്ട്. എങ്ങനെയാണ് അവർ നിസ്കരിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി കഴിയുമ്പോ പരിശുദ്ധമായ മദീനത്തെ പള്ളിയിൽ കടന്നു വന്ന ചില നിസ്കാരക്കാരാണ്. അവര് സഹിച്ച ത്യാഗത്തിന്റെ കഥയാ പറഞ്ഞത്, അവര് സഹിച്ച പ്രയാസത്തിന്റെ കഥയാ പറഞ്ഞത്. അവര് നിസ്കരിക്കാൻ പ്രവാചകനെ കൈകെട്ടി കഴിയുമ്പോ അള്ളാന്റെ റസൂലിന്റെ പുറകിൽ നിൽക്കുന്ന മൗമൂമികളായ ചില സഹാബത്ത് അവരതാ ബോധം കെട്ട് നിലത്തേക്ക് വീഴുന്നു. പെങ്ങളെ, വഹും അസ്ഹാബു സുഫാ, അവര് സുഫയുടെ അഖിലുകാരായ സഹാബത്താണ്. നിസ്കരിക്കാൻ പ്രവാചകൻ കൈകെട്ടുമ്പോഴേ ബോധം കെട്ടിട്ട് നിലത്തേക്ക് വീഴുന്ന ചില സഹാബത്ത് റസൂലുള്ളാഹി തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോ സഹാബത്ത് പരസ്പരം പറയുമല്ലോ, ഇവര് കുഗ്രാമവാസികളായ അറബികളാണ്. ഭ്രാന്ത് കൂടുന്ന സമയത്താണ് നിസ്കാരത്തിൽ ഇവര് ബോധം കെട്ട് വീഴുന്നത്. പക്ഷേ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയും, സഹാബാ, നിസ്കാരത്തിൽ നിങ്ങൾ ബോധം കെട്ട് നിലത്തേക്ക് വീഴുന്നത് കഴിക്കാൻ ഭക്ഷണമില്ലാതെ നിങ്ങളുടെ ആമാശയം ഒട്ടിയതിന്റെ പേരിലാണ്. നിസ്കാരത്തിൽ നിങ്ങൾ ബോധം കെട്ട് നിലത്തേക്ക് വീഴുന്നതെന്ന് എനിക്കറിയാം സഹാബാ. അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം എത്രയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാൾ ദാരിദ്ര്യത്തെ നിങ്ങൾ കൊതിക്കുമെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയെങ്കിൽ ഭൗതിക ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെല്ലാം പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഇല്ലാതെ പോയ വിഭാഗം ആരാണെന്നറിയുമോ സഹോദരങ്ങളെ? അമാ ഇന്നഹും ഇഖ്വാനുക്കും വമിൻ ജിൽദതികും വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂന വലാകിന്നകും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻദഹകുഹാ. അവരാരെന്നറിയുമോ? അവരവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവർക്ക് അല്ലാഹുവിനെ പേടിയില്ല. നാലാള് കൂടുന്നിടത്ത് പടച്ചോനെ പേടിയാണ്, നാട്ടുകാർക്കിടയിൽ അല്ലാഹുവിനെ പേടിയാ. പക്ഷേ അവരും അവരുടെ ശരീരവും ഒറ്റപ്പെടുന്ന സമയത്ത് അവരല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരല്ലെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഭൗതിക ജീവിതത്തിന്റെ കാട്ടിക്കൂട്ടലുകളല്ല, ഭൗതിക ജീവിതത്തിന്റെ കാട്ടിക്കൂട്ടലുകളല്ല. സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുമ്പോ, നിന്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുമ്പോ, സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുമ്പോ പെങ്ങളെ, നിനക്ക് പടച്ചോനെ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിനക്ക് നിന്റെ റബ്ബിനെ പേടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫയജ്അലുഹു അല്ലാഹു അസ്സ വജല്ല
ഹബാഅൻ മൻസൂറാ. നിന്റെ കർമ്മങ്ങളെ ആകാശത്തുകൂടി ധൂളികളാക്കി പടച്ച റബ്ബ് പറത്തി വിടുമെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ പടച്ചോനെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ചു ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മരിക്കുന്ന സമയം പരിശുദ്ധമായ കലിമ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ, അത് നാവ് കൊണ്ട് പറഞ്ഞ് ഒരു കാറ്റിനും ഒരു പേമാരിക്കും തകർക്കാൻ കഴിയാത്ത കാരുവിരിമ്പിന്റെ ഉറപ്പോടെ നമ്മുടെ മനസ്സിൽ ആ പരിശുദ്ധമായ കലിമ ഉറപ്പിച്ചു വെക്കാൻ അള്ളാഹു നമ്മുടെ നസീഹത്തുകളും നമ്മുടെ പരിശ്രമങ്ങളൊക്കെ അതിനെ സബബാക്കട്ടെ എന്ന ദുആയിൽ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കാഞ്ഞാർ അഹമ്മദ് കബീർ ബാക്കവി ഉസ്താദിന് വഴിമാറി കൊടുക്കുകയാണ്. ഉസ്താദിന് അള്ളാഹു ആയുസ്സും ആഫിയത്തും ആരോഗ്യവും എക്കാലത്തും അള്ളാഹു നിലനിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദ്യംഗമായ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാവരും ഇത്ര സമയം എന്നെ കേൾക്കുകയും ക്ഷമയോടിരിക്കുകയും ചെയ്ത പ്രിയ സഹോദരങ്ങൾക്കും ഈ ഉറൂസിലേക്ക് ഇങ്ങനൊരു അവസരം നൽകിയ സംഘാടകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.